ഫ്രണ്ട്സ്, അതെ, ഇന്ന് വീഡിയോ എടുക്കുന്ന ആൾ കിടപ്പിലായിട്ടാണ്, ആൾക്ക് പനിയാണ്. അപ്പോൾ അത് കാരണം ഞാൻ കാണിച്ചു തരാം. ആളതേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. 2 ദിവസമായി ആൾക്ക് പനിയായിട്ട് കിടക്കണേ. ഇതേ കൊണ്ടുവന്ന് ആൾ പറയുന്നുണ്ടായിരുന്നു 2 ദിവസം മുന്നേ ഞാൻ പോകാമെന്ന്. പക്ഷേ ആൾ സമ്മതിക്കണ്ടായില്ല, ഗുളിക കഴിക്കാൻ മടി. അപ്പോൾ ഇതിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ആളിത് അവശ്യ കലാകാരിയിൽ കിടക്കുന്നുണ്ട് കേട്ടോ. അതായത് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. അതേ ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ആളിത് നന്നായിട്ട് ഒരുങ്ങി കല്യാണത്തിന് പോണ പോലെ വരുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ആളെ പറഞ്ഞത് കേൾക്കാണ്ടാണ് ആകെ ആവശ്യം തന്നെ ഇപ്പോൾ അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോട്ടാ. ഓക്കെ, ഇനി എന്ത് പനിയെന്ന് അവിടെ ചെല്ലുമ്പോൾ അറിയുള്ളൂ കേട്ടാ. അപ്പം എല്ലായിടത്തും പനിയൊക്കെ ഉണ്ട്, എല്ലാവരും ശ്രദ്ധിച്ചോളൂട്ടാ. പനി വരുമ്പോൾ ഡോക്ടറെ അടുത്ത് പോയി കണ്ടോളൂട്ടാ. ഞങ്ങളിത് ഹോസ്പിറ്റലിലെത്തി, ഒരു ഉച്ച നേരത്തെ എത്തി കേട്ടാ. അപ്പോൾ അവിടെ ചെന്നപ്പോഴേ അവിടെ ഡോക്ടർ ഭക്ഷണം കഴിക്കാൻ പോയി. അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് അവിടെ ഒരു അരമണിക്കൂറോളം വെയിറ്റിങ് വന്നു. അപ്പോൾ ഞങ്ങളവിടെ തൊട്ടടുത്ത് ഒരു ക്യാൻറ്റീൻ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ തന്നെ. അപ്പോൾ അവിടെ നിന്ന് ഒരു ചായ കുടിക്കാമെന്ന് വെച്ചു. അവർക്ക് ചായ കുടിക്കുമ്പോൾ ഇനിയിപ്പോൾ ഉഷാറൊക്കെ വരുന്ന വെച്ചിട്ട് ചായ മേടിച്ച് കൊടുത്തിട്ടുണ്ട്, ഒന്ന് വേർക്കാനൊക്കെ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങളിത് ഡോക്ടറെ കാണാനായിട്ട് ഇത് വരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിത് ഡോക്ടറെ കാണാനായിട്ട് ഇത് പോകണം കേട്ടോ. അതേ അവിടെ എത്തി. അപ്പോൾ അതേ ഡോക്ടറെ കാണാൻ പോയി. അത് കഴിഞ്ഞിട്ട് 3 ദിവസത്തേക്ക് മരുന്ന് എഴുതിൻ്റെ ഡോക്ടർ. അപ്പോൾ ഞങ്ങൾ മരുന്ന് വാങ്ങിച്ചു. അപ്പോൾ അവർ പ്രത്യേകം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ദിവസം കഴിഞ്ഞിട്ടാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പനിയാണെന്നുള്ള ഒരു രഞ്ജേട്ടൻ വിളിച്ചറിയിച്ചല്ലോ. അപ്പോൾ പനിയുടെ ഡോക്ടറൊക്കെ കണ്ട് വരിക. അപ്പോൾ പനി തുടങ്ങിയിട്ട് എനിക്ക് ചീത്തയാണ്, ഞാൻ ഡോക്ടറെ അടുത്തേക്ക് പോവില്ല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്. ഈ നിലയ്ക്ക് ഒരു രോഗിയുടെ അടുത്ത് ഇങ്ങനെയാണോ എല്ലാവരും പെരുമാറുക? ഇത് എപ്പോ തുടങ്ങിയ ചീത്തയാന്നറിയോ? ഇവിടെ എത്തിയിട്ടും ചീത്ത തന്നെ. എന്നാലും ഇപ്പൊ കുഴപ്പമൊന്നുമില്ല കേട്ടോ. 2 ദിവസം കഴിയുമ്പോൾ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവരും പനിയൊക്കെ വരുമ്പോ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണ്ട, ആകെ വശക്കേടാവും നമ്മൾ. ഞാൻ ആകെ തളർന്നു. ഞാൻ അങ്ങനെയൊന്നും പനി വന്നാൽ പോവാറില്ല, എന്തെങ്കിലും ഗുളിക കഴിച്ചപ്പോൾ മാറാറൊക്കെ ഉണ്ട്. ഇപ്രാവശ്യം തീരെ വയ്യായിരുന്നു. അങ്ങനെ ഇപ്പോൾ അവിടെ വെച്ച് തന്നെ ഗുളികയൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലോട്ട് പോവാം. അപ്പം മഴയൊക്കെയുള്ള സിറ്റുവേഷനാണ്. അതുപോലെ പലതരം പനികളൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്. മഞ്ഞപ്പിത്തവും ഡെങ്കിപ്പനിയും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കെയർ ചെയ്യുക നന്നായിട്ട്. അതുപോലെ തന്നെ ആശുപത്രി കേസൊക്കെ വരുമ്പോൾ അപ്പം തന്നെ ചെറുതായിട്ടുള്ളെങ്കിലും വേഗം ഡോക്ടറെ കാണിക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. ബൈ. എഞ്ചിട്ടൊരു ബൈ പറഞ്ഞോ. ഹലോ. അങ്ങനെ വീട്ടിലെത്തി, ഒന്ന് കുളിച്ച് ഫ്രഷായി. ഇനി ഒരു ചായ കുടിക്കാൻ പോവാട്ടോ. ഒന്ന് നന്നായിട്ട് ആ മരുന്ന് കഴിച്ച് നന്നായിട്ടൊന്ന് വേർത്തു. ചെറിയൊരു മാറ്റമുണ്ട്, എന്നാലും ക്ഷീണമുണ്ട്. ഇനിയിപ്പോൾ ഒരാഴ്ച നല്ല ക്ഷീണമായിരിക്കും തോന്നുന്നു. അപ്പം ഇപ്പം ഇറങ്ങണ പനി എന്ന് പറയണതേ നല്ലൊരു ഭയങ്കര പനിയല്ല. നമുക്ക് ടെമ്പറേച്ചർ നോക്കുമ്പോൾ ഒരു 99 ആ ഒരു ലെവലിലൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ നമുക്ക് ഭയങ്കര ഉൾക്കൊടച്ചിലും അതുപോലെ തലവേദനയും ഭയങ്കര ബുദ്ധിമുട്ടുകളാണ് നമുക്ക് ഫീൽ ചെയ്യുക, ഭയങ്കര ബോഡി പെയിനൊക്കെ. ഇപ്പം വരണ പനി അങ്ങനെയാണ്. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ തോന്നുന്ന ഫീലിങ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു 104 ഡിഗ്രി പനിയുണ്ടെന്ന് നമ്മൾ വിചാരിക്കുക. പക്ഷെ അങ്ങനെയല്ല ഇത് സംഭവം. 104 ഡിഗ്രി ഒന്നും ഇല്ല പനി. എനിക്ക് 99 ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഭയങ്കര തളർച്ചയും അങ്ങനത്തെ ഒക്കെ ഒരവസ്ഥയായിരുന്നു. അപ്പം നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് പനി ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോകാണ്ടിരിക്കേണ്ട. ഇപ്പം വരുന്ന പനികളെന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഒന്ന് പനിക്കാരെ സ്ഥിരം ഫുഡാണല്ലോ ബണ്ണ്, അല്ലെങ്കിൽ ബ്രെഡ്, അല്ലെങ്കിൽ റസ്ക്, അതൊക്കെ. അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെ വലിയ പതിവ് മാറ്റമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിച്ച് കുറച്ച് നേരമൊക്കെ ഒന്ന് ഉറങ്ങി എണീക്കുമ്പോൾ വേണമെങ്കിൽ പനി മാറുമായിരിക്കും. ഓക്കേ. അങ്ങനെ ദേ ഉറങ്ങിയൊക്കെ എഴുന്നേറ്റ് കഞ്ഞി കുടിക്കുക കേട്ടോ. എനിക്ക് കഞ്ഞിയൊന്നും അങ്ങനെ തീരെ ഇഷ്ടമില്ല, എന്നാലും പനിയെല്ലാം വെച്ചിട്ട് കഴിക്കാൻ നോക്കി, പക്ഷെ പറ്റണേ ഇല്ല. പിന്നെ പനി മാറുമെന്ന് വിചാരിച്ച് വൈകുന്നേരം വരെ കാത്തിരുന്നിട്ടും പനി അങ്ങോട്ട് പോകണ കാണാനില്ല. അപ്പം ഇനി എങ്ങനെയുണ്ട് എന്നുള്ളത് നാളെ രാവിലെ അറിയാം കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായി കെയർ ചെയ്യാം. ഇപ്പോൾ എന്നെപ്പോലെ മടി പിടിച്ച് ആശുപത്രിയിൽ പോകാനായിട്ട് മടി കാണിച്ചിരിക്കരുത് കേട്ടോ. വയ്യായി വന്ന് അപ്പം തന്നെ പോയിക്കോളൂ. അപ്പോൾ അതിന് വേണ്ടി ഈ ഒരു വീഡിയോ ചെയ്തത് തന്നെ കേട്ടോ.